ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രമേ, ആ പുറംപണിക്ക് നിൽക്കുന്ന ജോലിക്കാരില്ലേ, അവര് പൂജയ്ക്ക് വരുന്നില്ലെന്ന്. വരുന്നില്ലെന്നോ? അവർക്ക് എന്ത് പറ്റി? അവരോട് അനുവാദം വാങ്ങാതെ നമ്മളെല്ലാം തീരുമാനിച്ചിട്ട് പറഞ്ഞ അവർക്കും അസൗകര്യങ്ങൾ കാണില്ലേ? അവരും കുടുംബമായിട്ടൊക്കെ താമസിക്കുന്നവരല്ലേ. എന്നാ അവര് വരണ്ട, പ്രശ്നം തീർന്നല്ലോ. എന്തായാലും അവര് വരുന്നില്ലല്ലോ. അപ്പോ കാറിൽ സ്ഥലമുള്ളതുകൊണ്ട് ചിന്നുവിനെയും കൂടെ കൊണ്ടുപോയിക്കൂടെ? അപ്പോ അമ്മ ഇവിടെ ഒറ്റയ്ക്കാവില്ലേ? അത് സാരമില്ലെന്ന് അമ്മ തന്നെ പറഞ്ഞല്ലോ. പിന്നെ ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. എങ്കിലും അവള് വരണ്ട. ഇപ്പൊ തന്നെ അവക്ക് അഹങ്കാരം കുറച്ച് കൂടുതലാ. ഇനി പോകുന്നിടത്തൊക്കെ കൂടെ കൊണ്ടുപോയാ ആ അഹങ്കാരം കുറച്ചുകൂടെ അങ്ങ് കൂടും. അതാ ഞാൻ അന്നേ വേണ്ടാന്ന് പറഞ്ഞത്. നിനക്ക് അവളോടുള്ള ദേഷ്യമൊക്കെ മാറ്റിവെച്ച് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ കുട്ടിയെ മാത്രം കൊണ്ടുപോകാതിരിക്കുമ്പോ അവക്ക് മനോവിഷമം ഉണ്ടാവും. ഉണ്ടാവട്ടെ. അങ്ങനെ ഒരാളെ വിഷമിപ്പിച്ചിട്ട് ഏത് പൂജ ചെയ്തു എന്ന് പറഞ്ഞാലും അതിന് നീ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടില്ല. അതെ, അവക്കും അത്യാവശ്യം പൂജയും മന്ത്രങ്ങളൊക്കെ അറിയാവുന്നതാ. എന്ത് നേർച്ചയ്ക്കാണ് നീ പൂജ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. നീ ഉദ്ദേശിച്ച ഫലം കിട്ടണമെങ്കിൽ അവളെയും കൂടെ കൊണ്ടുപോകണമെന്നാ എന്റെ മനസ്സ് പറയുന്നത്. ഒരാളും കൂടി വന്ന ആ ഒരാളുടെ പ്രാർത്ഥന കൂടി പൂജയ്ക്കുണ്ടാവില്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്കി. ഈശ്വര കടാക്ഷമുള്ള കുട്ടിയാ ചിന്നു. അവളും കൂടി വരുന്നത് നമുക്ക് ഗുണമേ ചെയ്യൂ. മതി ജയേട്ട, അവളെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടി ഇനി നിങ്ങൾ അവളെ ദേവതയാക്കണ്ട. എനിക്കൊരു താല്പര്യവും. എന്നാലും ജയേട്ടൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അവള് വരുന്നെങ്കിൽ വരട്ടെ. രമേ, നീ അധികം ടാബൊന്നും നോക്കണ്ട, മൈഗ്രെയിനൊക്കെ ഉള്ളതല്ലേ. ജയേട്ടൻ വന്ന കാര്യം നടന്ന സ്ഥിതിക്ക് ഇനി വേറെ സംസാരത്തിലേക്കൊക്കെ പോണോ? ശരി. എന്ത് ചെയ്താലും അവസാനം കൊണ്ടേ കൊളാക്കൂല്ലേ? അതെ, ഞാൻ പറഞ്ഞു പഠിപ്പിച്ചത് മാത്രം പറയാനല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാ കൈ നേടാൻ പോയത്? എടാ, എന്റെ വകയും കൂടെ കിടക്കട്ടെ എന്ന് കരുതി. അത് പിന്നെ അമ്മയ്ക്ക് മനസ്സിലാവാത്തോണ്ട് അത് സാരമില്ല. നീ വാ.